അളിയൻ അയോഗ്യനായോ എന്നാണ് ചോദ്യം. അളിയൻ ഇങ്ങനെ ഇത്തരം നിയമനങ്ങളുടെ അലുവയുമായി ഈ ക്യാബിനറ്റിലേക്ക് ഇനി വരരുത് എന്ന് ഇന്നലെ ആരോ വെടുപ്പായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒടുവിൽ ആ തീരുമാനം വന്നിരിക്കുന്നത്. നോക്കൂ, ഈ വിഷയത്തിൽ ആത്യന്തികമായി പ്രതിച്ഛായ നഷ്ടം ആർക്കാണ്? ഒന്ന്, ഈ ക്യാബിനറ്റിലെ ആദ്യത്തെ പ്രതിച്ഛായ നഷ്ടം സണ്ണി ജോസഫിനാണ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചതേയല്ല. സണ്ണി ജോസഫിനെ പോലെ ഒരു വക്കീലിൻ്റെ ഭാഗത്തു നിന്ന് KPCC പ്രസിഡന്റ് എന്ന നിലയിൽ സുത്യർഹമായ സേവനമൊന്നും ആയിരുന്നില്ലെങ്കിൽ പോലും വലിയ വിവാദങ്ങളൊന്നും ഉണ്ടാക്കാതെ വലിയ തർക്കങ്ങളുടെയൊക്കെ നടുവിൽ എങ്ങനെയൊക്കെയോ കാര്യങ്ങൾ തട്ടിമുട്ടിപ്പോയി ഒരു വിവാദങ്ങൾക്കും അദ്ദേഹമായിട്ട് ഇട നൽകാത്ത രീതിയിൽ മാധ്യമങ്ങളുടെ കരുതലായി പ്രതികരിച്ചൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അധികാരമേറ്റൊരു മാസം തികയും മുമ്പ് ആദ്യത്തെ പ്രതിച്ഛായ നഷ്ടം സംഭവിച്ചിരിക്കുന്നു. അത് സണ്ണി ജോസഫിനാണ്. അനാവശ്യമായ ഒരു നിയമനമായിരുന്നു അത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കോൺഗ്രസിലെ നേതാക്കൾക്കടക്കം അറിയാം. ഗത്യന്തരമില്ലാതെയാണ് അവർ KPCC പ്രസിഡന്റ് ആയിപ്പോയില്ലേ. നോക്കൂ, KPCC പ്രസിഡന്റായിരിക്കുന്ന ഒരാൾ ഇങ്ങനെയാണോ ചിന്തിക്കേണ്ടത്? എനിക്കതാണ് മനസ്സിലാവാത്തത്. ഇങ്ങനെ ഒരു നിയമനത്തിന്റെ ശുപാർശ വന്നത് അദ്ദേഹം പറയുന്നത് പോലെ DCCയിൽ നിന്നാണെന്ന് തന്നെ ഇരിക്കട്ടെ, അത് ആദ്യം തടയേണ്ടത് സണ്ണി ജോസഫാണ്.